നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് ഭംഗിയുള്ള വീട്. നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്തൊരു സ്വിമ്മിംഗ് പൂളോ പാർക്കോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം കൂടി ലഭ്യമാണ്. അതുപോലൊരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 3 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്ത് ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വീതിയുള്ള വഴിയാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഭംഗിയായിട്ടാണ് 3 വീടുകളുടെയും എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 2 വീടുകൾ സോൾഡ് ഔട്ട് ആണ്. ഒരു വീട് മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ സെയിലിനായിട്ട് വരുന്നത്. എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും ഒക്കെ അടുത്തായിട്ട് പഴങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പഴങ്ങനാട് സമരട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വെറും 950 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നും 500 മീറ്റർ. ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ 9 കിലോമീറ്റർ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചാർട്ടർ സ്കൂൾ അറിയാം. വെറും 3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കിഴക്കമ്പലത്തേക്കും പുക്കാട്ടുപടിയിലേക്കും 2 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4.6 സെന്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് ചെയ്തിരിക്കുന്നത്. മതിൽ തന്നെ നോക്കിക്കോളൂ, ഭയങ്കര ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. GA പൈപ്പിന്റെ വർക്കുകൾക്കൊപ്പം നമുക്ക് ആ ഒരു ഇഷ്ടികയുടെ ബ്രിക്കിന്റെ മോഡലുള്ള വർക്ക് വരുന്നുണ്ട്. മതിലൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വോളിന് പകരം ഭംഗിയായിട്ടാണ് ഡിസൈൻ കാണാൻ പറ്റുന്നത്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. പെയിന്റ് ആണെങ്കിലും എലിവേഷനിൽ വരുന്ന വർക്കുകളാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം അതിമനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. KWയുടെ മോട്ടറാണ് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. നേരെ വരുന്ന കാർ പോർഷനകത്ത് ഒന്നാമത്തെ കാറിനും റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന പോർഷനിൽ 2 കാറുകൾക്കും, അങ്ങനെ നിങ്ങളുടെ 2 കാറുകൾ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. മതിലിനകത്തൂടെയൊക്കെ നോക്കിയാലും കാണാം, ഭംഗിയായിട്ടാണ് ലൈറ്റുകളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഏരിയ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മുടെ മുറ്റം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഗ്രാസിന്റെ വർക്കുകൾ കൂടി മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. ഈ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ, അതായത് ഫൈനൽ ഫിനിഷിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന സ്റ്റേജിൽ തന്നെയാണ് 2 വീടുകളും സെയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും വൈകരുത്, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു പാറ്റോ ഏരിയയ്ക്കുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എൻട്രൻസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയ്ക്കുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഏരിയ തന്നെയാണ് കിട്ടുന്നത്. സിറ്റ് ഔട്ടിലെ പില്ലറുകൾ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കിയാലും ഒതുങ്ങിയ സിറ്റ് ഔട്ട് ആണ്. നമുക്ക് 2 ചെയറുകൾ ഇടാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡോർ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന് നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് TV യൂണിറ്റ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് TV യൂണിറ്റിൽ വരുന്നത്. ഒരുപാട് ഷെൽഫുകൾ, ഓപ്പൺ ഷെൽഫുകൾ ആണെങ്കിലും ക്ലോസ്ഡ് കബോർഡുകൾ ആണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അധികം നമ്മൾ കാണാത്തൊരു ഡിസൈൻ ആണ് TV യൂണിറ്റിന് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ലിവിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ വരുന്നത്. റൂഫിൽ ഭംഗിയായിട്ടാണ് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നിറയെ വിൻഡോസ് ആണ്. നിങ്ങൾക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം വിൻഡോസ് ഇവിടെ എയർ സർക്കുലേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള ഫ്ലോർ ടൈലുകളാണ്. നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉള്ള വലിയ ടൈലാണ്. നമ്മൾ അധികം കാണാത്തൊരു മോഡലാണ് ടൈലിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു വുഡിന്റെ വർക്കുകൾ നിങ്ങൾ കണ്ടോളൂ. ഭംഗിയായിട്ട് 2 പില്ലറുകളൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം താഴെ കിട്ടുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. താഴെ 2 ബെഡ്റൂമുകൾ ഉള്ളതിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. 12 അടി നീളവും 11.5 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയൊരു ഡിസൈൻ ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു കളർ കോമ്പിനേഷനകത്താണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11.5 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഭംഗിയായിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റെപ്പ് നോക്കുവാണെങ്കിലും ആ ഒരു വുഡൻ മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് നമുക്ക് രണ്ട് സൈഡിലും കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലെല്ലാം നോക്കിയാൽ കാണാം LED സ്ട്രിപ്പുകൾ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ. വളരെ മനോഹരമായിട്ട് തന്നെ കുറച്ച് ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാനലിംഗ് എല്ലാം ഇട്ടിട്ട് കുറച്ച് ഡീപ്പായിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ വാഷ് ഏരിയക്കായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ആണ്. നമുക്ക് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ തന്നെ നോക്കിയാൽ കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൽ ഇരിക്കാനുള്ള സ്പേസ് താഴെയൊക്കെ നിറയെ കബോർഡുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. രണ്ട് പോർഷനിൽ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഇട്ടിട്ട് അതിനകത്ത് നിങ്ങൾക്ക് പെബിൾസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡൈനിങ് ടേബിൾ ഇടാനൊക്കെ ഈ ഒരു പോർഷൻ ആണ് യൂസ് ചെയ്യാവുന്നത്. ഓവൽ ഷേപ്പ് ആണെങ്കിലും റൗണ്ടോ സ്ക്വയറോ ഏതോ ആയിക്കോട്ടെ നല്ല വലിയ സ്പേസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പാറ്റോ ഏരിയയിലേക്ക് ഇറങ്ങാനായിട്ട് ഇതുപോലൊരു വിൻഡോയും ഡോറും കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലുള്ള ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പാറ്റോ ഏരിയയിലേക്ക് ഇറങ്ങാവുന്നതാണ്. അവിടുത്തെ വർക്കുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് തന്നെ നോക്കിക്കോളൂ. ഓപ്പൺ കിച്ചൺ, വളരെ ഹെവി ആയ വർക്കുകളും ഭംഗിയായ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റോടെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചൺ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറും ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഗ്രേ ഷെയ്ഡിലെ ടൈല് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണ് വരുന്നത്. അവിടെ വിൻഡോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സിങ്കും പൈപ്പ് കണക്ഷനും ആ ഒരു ഭാഗത്താണ്. ഒരു ചിമ്മിണി ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. കിച്ചൺ കഴിഞ്ഞാൽ തൊട്ട് പുറത്തായിട്ട് വർക്ക് ഏരിയയുടെ വർക്കുകളെല്ലാം തന്നെ ഓൺ ഗോയിങ് ആണ്. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമും 12-11.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസും അതേപോലെ തന്നെയാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. വന്നിരിക്കുന്ന വഴികളിൽ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു വിൻഡോയും വരുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. വീടിന്റെ അകത്തുള്ള ഓരോ കോർണേഴ്സ് ആണെങ്കിലും ഓരോ ഇത് നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് മുകളിൽ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് കൂടാതെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എല്ലാം വലിയൊരു ഹാളായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് നിങ്ങൾക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഭംഗിയായ ഡിസൈനിലും മോഡലിലും ലൈറ്റ് ഫിറ്റിംഗ്സോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് കിട്ടുന്നുണ്ട്. വിൻഡോയുടെ മിഡിലുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസും കിട്ടുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. സേഫ് ആയിട്ട് ഒരു റൂം പോലെ തന്നെ കംപ്ലീറ്റ്ലി കോൺക്രീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു കബോർഡും മുകളിൽ ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഡോർ തുറന്നാൽ നമ്മൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 12 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വർക്കേഴ്സിനെല്ലാം വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ ടൈലുകൾ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്. വിൻഡോസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നിങ്ങളുടെ ഒരു റൈറ്റ് സൈഡ് ഭാഗം നമ്മുടെ റൂമിലേക്ക് നേരെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ലൈഡിംഗ് മെത്തേഡിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ഹാൻഡ് റൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ മറ്റുള്ള റൂമുകളിലെ പോലെ ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഇവിടെയും നല്ല ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ബാൽക്കണി തന്നെയാണ് കിട്ടുന്നത്. ഭംഗിയുള്ള പില്ലറുകളാണ് താഴെ നിന്ന് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നല്ല ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും മിഡിലായിട്ട് പഴങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്.
ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.6 സെന്റ് ലാൻഡിൽ 2350 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 2 കാർ പാർക്കിംഗ് സൗകര്യം കിട്ടുന്നുണ്ട്. വെൽ വാട്ടറും KW വാട്ടറും അവൈലബിൾ ആണ്. റോഡിന് വളരെ അടുത്താണ്. ഭംഗിയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ 3 വീടുകൾ പണിതതിൽ 2 എണ്ണം സെയിലായി. ഈ ഒരു വീട് കൂടി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1,10,00,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാർബിൾ ഹോംസ് വഴി ഈ കാണുന്ന വീട് സ്വന്തമാക്കാം. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ.